ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇനി ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് അസംസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ഉക്കാക്കുള്ള ചായ വെക്കാൻ പോവുകയാണ്. കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതിനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് പൊറോട്ട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. കാനത്ത് പറഞ്ഞപ്പോൾ ഒക്കെ പറഞ്ഞു കേട്ടോ അത് ഉണ്ടാക്കാനൊന്നും മെനക്കെടണ്ട, ഞാനത് മേടിച്ച് തരാമെന്ന്. അപ്പോൾ പിന്നെ എനിക്കൊരു ആശ്വാസമായി. ബീഫിനൊക്കെ ഞാനിതാ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മസാല കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇതാ കുരുമുളക് പൊടി കഴിഞ്ഞൊക്കെയായിരുന്നു. കുരുമുളകിനൊക്കെ ഞാനിതാ ഒന്ന് വറുക്കുകയാണ് കേട്ടോ പൊടിക്കാൻ. അങ്ങനെ ഞങ്ങളുടെ ചായയൊക്കെ ഇതായിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ ആയി, ഇക്കാക്കുള്ള ചായയൊക്കെ കൊടുത്തു. പിന്നെ ഇതാ ഞാനും കൂടി അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. ഇക്ക ഇവിടെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാം കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിക്കുകയാണ്. കുരുമുളകും ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കണമുണ്ട്. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനിതാ മസാലയൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ പൂച്ചക്കുട്ടിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അമ്പലത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഷാനി കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതാ മോനും വന്നിട്ടുണ്ട്. പിന്നെ ഇതാ അവർക്ക് ടൂറിനൊക്കെ പെർമിഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത്. 2 ദിവസത്തെ ട്രിപ്പാണ് മൈസൂരിക്ക പോകണമെന്നൊക്കെ പറയാൻ കേട്ടോ അവൻ. അപ്പോഴേക്കും ഇതാ ഷായിനെ പൂച്ചക്കുട്ടിക്ക് കുറൂറൊക്കെ മേടിച്ചിട്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ കുറൂറൊക്കെ കൊടുക്കുകയാണ് അവള്. മോനും വാപ്പിയും കൂടിയാണ് കേട്ടോ റബ്ബർ ഷീറ്റ് അടിക്കാൻ പോവുക. അങ്ങനെ ഇതാ അവർ രണ്ടാളും കൂടി ഷീറ്റ് അടിക്കാനൊക്കെ പോയി. അവൻ വരുമ്പോഴേക്കും പിന്നെ ഞാനിതാ വേഗം അവന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് മൈദ എടുത്തിട്ട് ഞാനിതാ ദോശ ഉണ്ടാക്കാൻ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. കുറച്ച് ബീഫ് എടുത്തിട്ട് ഇതാ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിതാ മേലെ തുണി ഉണക്കാട്ടുണ്ട്. അതിലേക്കൊന്ന് എടുത്തിട്ട് വരാൻ പോവുകയാണ്. ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ തുണികളൊക്കെ എടുത്ത് ഞാൻ ഉള്ളിലായൽ വിരിച്ചിട്ടതിന് ശേഷം താഴേക്ക് വരുമ്പോഴേക്കും ഇതാ മോള് വന്നിട്ടുണ്ട്. കേട്ടോ മോളെ വിളിക്കാൻ പോയിട്ടുള്ളത്. മോളുടെ വൈറ്റ് കോട്ടിൽ കറയിട്ട് അലക്കാൻ കൊടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ വൃത്തിയായി ഒന്ന് ഞാൻ നൂറ്റി നോക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തേക്ക് പൊറാട്ടയ്ക്കുള്ള കറി ഉണ്ടാക്കണം. പിന്നെ ഇതാ മോന് ദോശയൊക്കെ ചുട്ട് കൊടുക്കുകയാണ്. മോൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവൾ പൊറാട്ട കൊണ്ടുവന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനിതാ വേഗം കറിയൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. അങ്ങനെ ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം കഴുകാണ്ട് കേട്ടോ. അതൊക്കെ കഴുകിയെടുത്തു. അപ്പോഴേക്കും ഇതാ മഗ്‌രിബ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിസ്കരിക്കാനും ഓതാനൊക്കെ പോയിട്ടോ. അപ്പോഴേക്കും ഇതാ മോനും ഇക്കയും കൂടി പോയിട്ട് പൊറാട്ടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പൊറാട്ടനൊക്കെ എടുത്തിട്ട് ഞാനിതാ ചൂടാറാണ്ടിരിക്കാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ പൊറാട്ട. പിന്നെ ഇതാ വാപ്പാക്കും ഉമ്മാക്കും അനിയനും ഭാര്യയും കുട്ടികൾക്കും ഉള്ളതും കൂടി അങ്ങോട്ട് കൊടുത്തു വിടുകയാണ് കേട്ടോ. ഇവിടെ എന്തുണ്ടാക്കിയാലും മേടിച്ചാലും അവർക്കുള്ളത് എപ്പോഴും അങ്ങോട്ട് കൊടുത്തു വിടുക കേട്ടോ ചെയ്യാം. അങ്ങനെ ഇതാ അവർക്കുള്ളതൊക്കെ ഞാൻ കൊണ്ടുകൊടുത്തിട്ട് വന്നിട്ട് പിന്നെ ഇതാ കട്ടൻ ചായയും കൂടി വെച്ചിട്ട് ഞാനും മോനും കൂടെ കഴിക്കാൻ കേട്ടോ. മോള് പൊറാട്ട കൊണ്ടുവന്നപ്പോൾ തന്നെ കഴിച്ചു. പിന്നെ ഇക്കല്ലാട്ടമൊക്കെ പുറത്ത് പോർക്കാണ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഇനിയും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.